മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഈ ലോകത്തിൽ, ഭാരതത്തിൽ, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വസ്തുതാപരമായി മതങ്ങളുമായി ബന്ധപ്പെട്ടതോ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതോ ബുദ്ധിജീവികളും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിക്ക് അനുകൂലമായിട്ട് പറയുകയാണെങ്കിൽ ഒരാളും ചോദിക്കില്ല താൻ കേരള കോൺഗ്രസ്സുകാരനാണോ, താൻ കത്തോലിക്കനാണോ, താൻ മാർത്തോമ്മയാണോ, താൻ ക്രിസ്ത്യാനികളുടെ സേവകനാണോ എന്നൊരാളും ചോദിക്കില്ല. മുസ്ലിങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അവരുടെ നന്മകളും അല്ലെങ്കിൽ അവരുടെ ചില വീക്ഷണങ്ങളിലുള്ള ധന്യതയും വിവരിക്കുകയാണെങ്കിൽ ഒരാളും ചോദിക്കില്ല താൻ മുസ്ലിം ലീഗാണോ, താൻ മുസ്ലിങ്ങളുടെ ചെലവിലാണോ കഴിയുന്നത്, അങ്ങനെയൊന്നും ചോദിക്കില്ല. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അനുകൂലമായിട്ട് പറഞ്ഞാൽ അത് 100% മതേതരത്വമാണ്. ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് എതിരെ നടക്കുന്ന എന്തെങ്കിലും നമ്മൾ പ്രതിഷേധാത്മകമായിട്ട് പറഞ്ഞാൽ ആ മതങ്ങളിലുള്ളവരെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല, അവർ നല്ലവരാണെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് സെക്യുലറിസം ആവുകയും ചെയ്യും. അതിനേക്കാളും വലിയൊരു മതേതരത്വം വേറൊന്നും ഉണ്ടാവില്ല. എത്ര രോഗശാന്തി ശുശ്രൂഷയും അന്ധര് കേൾക്കുന്നു, ബധിരര് നടക്കുന്നു എന്നോ മുടന്തര് തുള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കോപ്രായത്തരങ്ങൾക്കെതിരെ പറഞ്ഞാൽ അപ്പോൾ അതെല്ലാം ഭയങ്കരമായ മതേതരത്വ വിരുദ്ധ പ്രസ്താവനകളാണ്. 17 കോടി ആടുകളെയാണ് ബക്രീദിന് കൊല്ലുന്നതെന്നും റംസാൻ സമയത്ത് ഒരു ഹിന്ദുവിനും മലപ്പുറത്തും കോഴിക്കോടും കടകൾ തുറക്കാൻ പറ്റില്ലെന്നും അവനവന്റെ വീക്ഷണവും അവനവന്റെ വിശ്വാസവും വെച്ച് പുലർത്തുമ്പോഴും ഹിന്ദുവിനെ എന്തിനാണ് എതിർക്കുന്നത്, ഹിന്ദുവിന്റെ കടകൾ എന്തിനാണ് അടപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോഴും മതേതരത്വ വിരുദ്ധമായിട്ട് ആണ് പ്രസ്താവന നടത്തിയതെന്ന് വരും. ഇപ്പം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാവും. മദർ തെരേസയെക്കുറിച്ച് സർസംഘചാലക്ക് ഒരു വരി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ പാർലമെന്റ് മുതൽക്ക് എല്ലായിടത്തും നടുക്കമാണ് ഉണ്ടായത്. മാതാ അമൃതാനന്ദമയിക്കെതിരെ ജോൺ ബ്രിട്ടാസും പിണറായി വിജയനും കൈരളി ചാനലും മീഡിയ വണ്ണും ഇത്രയും നീചവും നിന്ദ്യവുമായ രീതിയിൽ പറഞ്ഞിട്ടും മദർ തെരേസയേക്കാൾ എത്രയോ അധികം സേവനം ചെയ്യുന്ന, എത്രയോ അധികം ലോക എല്ലാ രാജ്യങ്ങളിലും സേവനം നടത്തുന്ന അമൃതാനന്ദമയി അവഹേളിച്ചപ്പോഴും അതിന് ആർക്കും ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് പലപ്പോഴും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ RSSനെതിരെ പറഞ്ഞിട്ടുണ്ട്, NSSനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കളുടെ സംഘടനകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ദുരാചാരങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അമ്പലങ്ങളിലുള്ള ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും വിഭവസമൃദ്ധമായ അന്നദാനത്തിനും എതിരെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ആർക്കും ഒരു കുഴപ്പമില്ല, അതെല്ലാം നന്നാണ്, നല്ലതാണെന്ന് തന്നെ രീതിയിലാണ് പറയുക. പക്ഷേ എപ്പോഴെങ്കിലും മുസ്ലിങ്ങളിലെ ഏതെങ്കിലും ഒരു കാര്യത്തിനോ മുസ്ലിം ലീഗ് മന്ത്രിമാര് ചെയ്യുന്ന കർമ്മങ്ങൾക്കോ സക്കീർ നായിക്കിനോ MM അക്ബറിനോ അല്ലെങ്കിൽ കർദിനാളിനോ മാർ പവ്വത്തിലിനോ സൂസവാക്യത്തിനോ അവർ ചെയ്യുന്ന വെച്ച് പുലർത്തുന്ന തനി തട്ടിപ്പ് നയങ്ങളും വെട്ടിപ്പ് കാര്യങ്ങളും അത് അവർക്ക് തന്നെ അറിയാം. ഇത്രയും നീചവും നിന്ദ്യവുമായ രീതിയിൽ പെരുമാറുകയും പുറത്ത് നല്ല തേൻ പുരട്ടിയ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും സേവനത്തിന്റെ മൂർത്തിമത് ഭാവമായി മാറുന്ന കർദിനാളുകളും എല്ലാവരും അവർ ശരിക്ക് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് എന്നെല്ലാം നമ്മൾ പച്ചയ്ക്ക് സത്യസന്ധമായിട്ട് വസ്തുത മുമ്പിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ പോലും
അടുത്ത ചോദ്യം, ഗോപാലകൃഷ്ണൻ RSSകാരനാണോ BJPക്കാരനാണോ? RSSകാരനും BJPക്കാരനും അല്ലെങ്കിൽ സത്യം പറഞ്ഞൂടെ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്ന തിന്മകൾ വിളിച്ചു പറയണമെങ്കിൽ RSSകാരനും BJPക്കാരനും ആവണോ? യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, സാറ് സക്കീർ നായിക്കിനെ ഒന്നും നോക്കണ്ട, ഖുറാനൊന്ന് വായിച്ചു നോക്കിയാൽ മതിയെന്ന്. ഞാൻ അവരോട് എല്ലാവരോടും പറയാറുണ്ട്, ആ ഖുറാനിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൽ 69 മുസ്ലിം രാജ്യങ്ങൾ ഭരിക്കുന്നതെങ്കിൽ, ആ ഒരു പവിത്ര ഗ്രന്ഥം ആണ് അതെങ്കിൽ ഈ ഇത്രയും അധികം അശാന്തി ഉണ്ടാക്കുന്നതും തീവ്രവാദം വെച്ച് പുലർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും മനുഷ്യരെ കൊല്ലുന്നതും ഇന്നലെ വൈകുന്നേരം വളരെ വ്യക്തമായിട്ട് TV ചാനലുകളിലെ കാണുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചുവട്ടിലുള്ള സ്ഥലങ്ങളിലും ഷിയാകളെ എത്രയാ സുന്നികൾ കൊന്നി ഒടുക്കിയിരിക്കുന്നത്. ഷിയാകളെ കൊന്നൊടുക്കി സുന്നികൾ അവരുടെ തീവ്രവാദം പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ശരിക്കും ഒരേ പ്രവാചകന്റെ അനുയായികൾ അല്ലെങ്കിൽ മരുമകളുടെ അനുയായികൾ, ബന്ധുക്കളുടെ അനുയായികൾ ഹിന്ദുക്കളോട് ഇൻടോളറൻസും ക്രിസ്ത്യാനികളോട് ഇൻടോളറൻസും ഉണ്ടെന്നല്ല, ഒരേ ഖുറാനും ഒരേ കാബയും ഒരേ മെക്കയും ഒരേ പ്രവാചകനും ഒരേ ചന്ദ്രക്കലയും വെച്ച് പുലർത്തുന്നവരെ പോലും ഉന്മൂലനം ചെയ്യുന്ന ആ സത്യം, അത് ഖുറാന്റെ തന്നെ അടിസ്ഥാനത്തിലല്ലേ ചെയ്യുന്നത്? ഏതൊരു മതവും ആ മതമുണ്ടാക്കിയ പ്രവാചകന്റെയും ആ മതം അനുസരിച്ച് ജീവിക്കാൻ നിർദ്ദേശിച്ച ഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറയുന്നവര്, ഹജ്ജിന് പോകുന്നവര്, പള്ളി ഉണ്ടാക്കുന്നവര്, 5 നേരം നിസ്കരിക്കുന്നവര്, ഖുറാൻ നിരന്തരം വായിക്കുന്നവര്, മദ്രസകളില് ഗവൺമെന്റിന്റെ ചെലവില് ഈ ഖുറാൻ പഠിപ്പിക്കുന്നവര്, ആ പഠിച്ചതല്ലേ പകർത്തുന്നത് ജീവിതത്തിൽ. ഇനി എന്തിനാ ഖുറാൻ വായിക്കാൻ പോകുന്നത്? കമ്മ്യൂണിസം എന്താണെന്ന് കമ്മ്യൂണിസ്റ്റുകളിലൂടെ മനസ്സിലാക്കുകയല്ലേ നല്ലത്. കാറൽ മാർക്സിന്റെയും ഏംഗൽസിന്റെയും 125 വർഷം പഴക്കമുള്ള പുസ്തകം നോക്കിയിട്ട് വേണോ, 200ഓളം വർഷം പഴക്കമുള്ള പുസ്തകം നോക്കിയിട്ട് വേണോ ഇവിടെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ? ഏതൊരു കാര്യവും അറിയണമെങ്കിൽ കുറേയൊക്കെ അതിൻ്റെ അനുയായികളുടെ പ്രവർത്തനം നോക്കിയാൽ അറിയാൻ സാധിക്കില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവിന് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ RSSകാരും BJPക്കാരുമായി. ഇതിലൊന്നിലും ബന്ധമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അതേ വ്യക്തി അടുത്ത ദിവസം RSSനും BJPക്കും എതിരെ പറഞ്ഞാൽ പോലും 3-ാം ദിവസം ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ ഇന്നലെ താൻ പറഞ്ഞത് പോലും കേൾക്കാതെ വീണ്ടും RSSനും BJPക്കും അനുകൂലമായി പറഞ്ഞ ഒരു ഹിന്ദു വർഗീയവാദിയാണ്, ഹിന്ദുത്വവാദിയാണ്, അയാൾ ഫാസിസ്റ്റാണ്. എന്താ ശരിക്കും ഫാസിസ്റ്റ് എന്നുള്ളത് കൃത്യം നോക്കിയാൽ അറിയാം. 16-ാം നൂറ്റാണ്ട് വരെ ഈ മന്ത്രവാദികളെ ഇല്ലാതെയാക്കലെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളെ കാണിച്ചു കൂട്ടിയ കൊലവിളിയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധവും ഇത്രയും അധികം ലോകത്തിൽ ചോരപ്പുഴ ഒഴുക്കിയ വേറെ ഒരു മതവും കാണില്ല, ക്രിസ്തുമതം പോലെയും ഇസ്ലാം മതം പോലെയും. അതുപോലെ ഹിറ്റ്ലറും നാസികളും കാണിച്ചു കൂട്ടിയതും കമ്മ്യൂണിസ്റ്റിലെ സ്റ്റാലിൻ 1.73 കോടി ജനങ്ങളെ കൊന്നത് കസേരയിലിരിക്കാൻ വേണ്ടി. ഇവരുടെ അനുയായികളൊന്നും ഫാസിസ്റ്റുമല്ല, ഇവരുടെ അനുയായികളൊന്നും വർഗീയവാദികളല്ല, ഇവരുടെ അനുയായികളൊക്കെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ശക്തികളായിട്ടാണ് ഇവിടുത്തെ ബുദ്ധിജീവികളും ചാനലുകളൊക്കെ പറയുന്നത്. മാതൃഭൂമിയും അതുപോലെയുള്ള പത്രം പോലും നേപ്പാളില് പാകിസ്ഥാൻകാർ ബീഫ് ഇറക്കിയതിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അത് തലേ ദിവസത്തെ ചാനലുകളിൽ കത്തിക്കാളിയ വിഷയമായിരുന്നു. കാരണം മാതൃഭൂമിക്ക് മുസ്ലിങ്ങളെ അവരിതൊക്കെ ചെയ്താലും മുസ്ലിങ്ങളാണ് ചെയ്തതെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല, ക്രിസ്ത്യാനികളാണ് ചെയ്തതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു പാപിയെ മറ്റൊരു പാപി പുണ്യവാളനായിട്ട് പ്രഖ്യാപിച്ചാൽ അത് മാതൃഭൂമി പത്രം നിറച്ചും പ്രസിദ്ധീകരിക്കും. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം ശ്രീ വീരേന്ദ്രകുമാർ ഇലക്ഷന് നിൽക്കുമ്പോൾ ഇവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഓടുന്ന പട്ടിക്ക് 5 മുഴം മുമ്പേ എറിയലായിരിക്കാം. പക്ഷെ ഹിന്ദുവിനെ അവഹേളിക്കുന്നതിൽ ഈ പത്രങ്ങൾക്കൊന്നും ഒരു വിഷമവും ഇല്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്താലും അത് ഹിന്ദുത്വമാണ്, അത് വർഗീയമാണ്. മന്ദബുദ്ധിയായിട്ട് പെരുമാറുന്നത് നിരന്തരം കാണാവുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ
വാക്കുകളും പെരുമാറ്റവും നടത്തവും ശരീരത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ തന്നെ അറിയാം. ഒരു പാവയെ പോലെ എന്തെല്ലാമോ ആണ് താൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അയാളെ കൊണ്ട് നടക്കുന്ന പത്രങ്ങളും അയാൾക്ക് പുരസ്കാരം കൊടുത്തവരും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. കോൺഗ്രസ്സുകാർ പോലും ഇപ്പൊ അങ്ങേരുടെ പേര് പറയണില്ല. അതിനേക്കാൾ ഭംഗിയായിട്ട് അങ്ങേരെ പുകഴ്ത്തുന്ന മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒന്നും രാഷ്ട്രത്തിന്റെ താല്പര്യമോ നമ്മുടെ ധർമ്മത്തിന്റെ താല്പര്യമോ അല്ല, വേറെ എന്തെല്ലാമാണ് ഇവര്. അപ്പൊ അങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പോലും എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ആർ യു RSS, ആർ യു BJP, ആർ യു ഹിന്ദുത്വവാദി, ആർ യു ഫണ്ടമെന്റലിസ്റ്റ്? ഒരു മാസത്തിൽ 1, 2, 3 പേര് ചോദിക്കാറുള്ളൂ. അതിനു വേണ്ടിയിട്ട് മറുപടി പറയുന്നേ ഉള്ളൂ. ഞാൻ എന്താ വിളിച്ചു പറയുന്നത് സത്യമാണോ ഇല്ലയോ നോക്കിയാൽ പോലെ. ഞാൻ പറയാറുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനയിലും ഞാനുണ്ട്. അമൃതാനന്ദമയുടെ സംഘടനയിലുണ്ട്, സായിബാബയുടെ സംഘടനയിലുണ്ട്, രവിശങ്കറിന്റെ സംഘടനയിലുണ്ട്, MA ബേബിയെയും അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന പരിപാടിയിൽ ഞാനുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ നന്മ നിറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ നിന്നാൽ എന്താ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഞാൻ ശരിക്കും പുകഴ്ത്താറുണ്ട് എന്റെ പ്രഭാഷണങ്ങളിൽ. ഒരുപക്ഷെ നരസിംഹറാവുവിന് ശേഷം ഭാരതത്തെ അടിമുടി മാറ്റിയ സൈലന്റ് ആയിട്ടുള്ള ഒരു ഉജ്ജ്വലനായിട്ടുള്ള മനുഷ്യനാണ് മൻമോഹൻ സിംഗ്. മറ്റുള്ളവർ അദ്ദേഹത്തിനെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്തത് പുറകെ നിന്ന് ചരട് വലിച്ചവരുടെ പ്രശ്നം. ഇതും പറയാറുണ്ട്. അപ്പൊ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടോ ഹിന്ദുക്കളുടെ യാഥാർത്ഥ്യങ്ങളോ ഹിന്ദു സംഘടനകളുടെ നന്മകളോ ഇടയ്ക്കെങ്ങാനും പറഞ്ഞു പോയാൽ അത് വർഗീയമായി തീവ്രവാദമായി എല്ലാമായി. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും ശരിയാ, കാസർഗോഡ് നീലേശ്വരത്തൊരു പ്രഭാഷണം ശാസ്താംപാറ ക്ഷേത്രത്തിൽ നടത്തിയപ്പോ ശരിക്കും 10-14,000 പേരാണ് ഉണ്ടായിരുന്നത്. എന്റെ പ്രഭാഷണം കേൾക്കാനും തീർച്ചയായിട്ടും പ്രഭാഷണം കേൾക്കാൻ 1 മണിക്കൂർ 10 മിനിറ്റ് അവർ മുഴുവനും പ്രഭാഷണത്തിന് തന്നെ വന്നു. തീർച്ചയായിട്ടും അതിന് ശേഷം കുറച്ച് ഡാൻസും ബാക്കിയുള്ളതും ഉണ്ടായിരുന്നു. അതും കാണാൻ കുറെ പേര് ഇരിക്കുകയുണ്ടായി. രണ്ടിനും കൂടി ആയിരിക്കാം വന്നത്. എന്നാൽ പോലും 10-14,000 പേര് ശരിക്ക് എന്താ പറയാ വിറങ്ങലിച്ച് നിൽക്കുന്ന മാതിരി ഭാരതീയ പൈതൃകത്തെ കുറിച്ച് കേൾക്കാനുണ്ടായിരുന്നു. അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പറഞ്ഞത്. അധ്യക്ഷം വഹിച്ചത് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അതിഗംഭീരമായിട്ട് ആശംസ നൽകിയത് ജില്ലാ പഞ്ചായത്തിലെ CPM പ്രസിഡന്റ് ചന്ദനം തൊട്ടുകൊണ്ട് ഒരു സ്ത്രീ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതൊരു CPM സ്ത്രീയാണ്. അവർ ഹിന്ദുധർമ്മ പ്രഭാഷണത്തിന് പോകുന്നുണ്ട് അത്രേ. ഇവര് ആശംസ കൊടുത്ത 5.5 മിനിറ്റ് എന്ത് ഗംഭീരമായിട്ട് സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത്. ഓരോ ഹിന്ദുവും അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും ശരി, നമ്മുടെ ധർമ്മത്തിന് വേണ്ടി ഒരുമിച്ചാണ്. എന്ത് ഫാസിസം ആയാലും വിരോധമില്ല, എന്ത് സവർണാധിപത്യം ആയാലും വിരോധമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒരൊറ്റ ചരടിൽ കോർത്ത് ഈ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ RSS BJPയും ആവുകയും മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ശരിക്കും മതേതരത്വവാദി ആവുകയും ചെയ്യുന്ന ഒരു പ്രഹേളികക്കെതിരെ ഇങ്ങനെ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. പ്രണാമം, നമസ്കാരം.